ഇന്ന് ഏപ്രിൽ 29 ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് ഒരു സ്ട്രോങ് റാലി കണ്ട ദിവസമായിരുന്നു. നിഫ്റ്റി 50 24,177 ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റി 55,403 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 77,696. മൂവിംഗ് വോളറ്റാലിറ്റി ഉണ്ടായിരുന്നെങ്കിലും ഒരു സ്ട്രോങ് അപ്പ് മൂവ്മെന്റ് കാണാൻ കഴിഞ്ഞു. ഓട്ടോ, FMCG, IT സെക്ടറുകളാണ് റാലിക്ക് ലീഡ് ചെയ്തത്. ഓവറോൾ സെന്റിമെന്റ് ഏർണിംഗ് ഡ്രിവൺ ബുള്ളിഷ് മൂഡായിരുന്നു. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഗുഡ് റിസൾട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ബൈയിങ് വന്നു. തീർച്ചയായിട്ടും മാർക്കറ്റ് അപ് ട്രെൻഡിന് ഇത് തന്നെയായിരുന്നു ഒരു വലിയ കാരണമായിട്ട് പറയേണ്ടത്. ഇന്നത്തെ ബിഗ് ട്രിഗർ നോക്കുകയാണെങ്കിൽ Q4 ഏർണിംഗ് പവർ മാരുതി സുസുക്കി റെക്കോർഡ് പ്രോഫിറ്റ് 14,679.5 കോടി ഡിക്ലെയർ ചെയ്തു. ഇൻവെസ്റ്റർ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ഇതൊരു വലിയ കാരണമായിട്ടുണ്ട്. ഹൈ ഡിവിഡന്റ് അനൗൺസ്മെന്റ് വരികയും ബൈയിങ് സ്ട്രോങ് ആവുകയും ചെയ്തു. അതുപോലെ തന്നെ ബന്ധൻ ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 68% ഇയർ ഓൺ ഇയർ ജമ്പ് ചെയ്തു. സ്റ്റോക്ക് 12% റാലി ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞു. ബാങ്കിംഗ് സ്പേസ് സെന്റിമെന്റ് ഇംപ്രൂവ് ആവുന്നതിന്റെ ഒരു ഡയറക്റ്റ് സിഗ്നൽ ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഓയിൽ പ്രൈസ് റൈസ് ആയിട്ടും മാർക്കറ്റ് ഇഗ്നോർ ചെയ്തത് ഏർണിംഗ് സ്ട്രെങ്ത് ആണ് കാരണമായത്. ആ ഒരു ഡോമിനേഷൻ തീർച്ചയായിട്ടും ഒരു ബെനിഫിറ്റ് ആയിട്ട് മുമ്പിൽ വന്നു എന്ന് തന്നെ വേണം കരുതാൻ. ടോപ്പ് 3 സ്റ്റോക്ക് സ്റ്റോറീസ് നോക്കുകയാണെങ്കിൽ മാരുതി സുസുക്കി റെക്കോർഡ് പ്രോഫിറ്റ് പ്ലസ് ഡിവിഡന്റ് ഒരു സ്ട്രോങ് അപ്സൈഡ് മൊമെന്റം കൊണ്ടുവന്നു. ബന്ധൻ ബാങ്ക് 68% പ്രോഫിറ്റ് ജമ്പ് കൊണ്ട് 52 വീക്ക് ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ സിയറ്റ് പ്രോഫിറ്റ് 145% ജമ്പ് ചെയ്തു. സ്റ്റോക്ക് 12% റാലി ചെയ്തു. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ടോപ്പ് ലൂസേഴ്സ് നോക്കുകയാണെങ്കിൽ ആദ്യം ടോപ്പ് ഗെയിനേഴ്സ് ITC, ടെക് മഹീന്ദ്ര, റിലയൻസ് ഇൻഡസ്ട്രീസ്. ടോപ്പ് ലൂസേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻഡിഗോ, ഡോക്ടർ റെഡ്ഡീസ് ലാബ് ആൻഡ് NTPC. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ നമ്മൾ എങ്ങോട്ടാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഏർണിംഗ്സ് മൊമെന്റം തുടരുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. ഓയിൽ പ്രൈസ് വീണ്ടും പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിഫ്റ്റി 24,200 ബ്രേക്ക്ഔട്ട് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല എന്ന ഒരു കാരണം കൂടിയുണ്ട്. സപ്പോർട്ട് 24,000 റെസിസ്റ്റൻസ് 24,300 നെക്സ്റ്റ് മൂവ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏർണിംഗ്സ് അതുപോലെ തന്നെ ഗ്ലോബൽ ക്യൂസ് ഒക്കെ തന്നെയാണ്. ഫിനാൻഷ്യൽ ടേക്ക് അവേ നോക്കുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് ക്ലിയർലി പറഞ്ഞ സ്റ്റോറി വളരെ സിമ്പിൾ ആണ്. ഏർണിംഗ് സ്ട്രോങ് ആണെങ്കിൽ റാലി ഉറപ്പായിട്ടും ഉണ്ടാവും. സോ സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് ഇനി ഫോക്കസ് ചെയ്യേണ്ടത് റിസൾട്ട് ബേസ്ഡ് സ്റ്റോക്ക് സെലക്ഷൻ ആണ്. ഫോളോ ഫോർ ദ ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ്സ്. നാളെ കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ്. മറ്റു വിശേഷങ്ങളുമായിട്ട് നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ബൈ.